അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ആ അവസരം തന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നല്ല വേണ്ടത്, വറ്റൽമുളകാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള നമ്മളെ എരിവിന് എത്രത്തോളമാണോ ആവശ്യമുള്ളത് അത്രയും വറ്റൽമുളക് എടുത്തിട്ട് ഒന്നുകിൽ തലേ ദിവസം തന്നെ കുതിർത്തി വെക്കുക. അപ്പോൾ പിന്നെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റവിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവൂട്ടാ. ഇനി അതൊന്ന് ചൂടാറട്ടെ. നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചൂട്ടോട് കൂടിയിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അതാ നമ്മളെ മുളക് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ആ 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇടുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കമുളക് പുഴുങ്ങിയ വെള്ളം കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതോട് കൂടിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുഴുങ്ങിയിട്ട് വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ അപ്പോൾ ലേശമുള്ളൂ, അപ്പോൾ അത് കാരണം അത് മുഴുവൻ ഒഴിച്ചിട്ട് അതോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുണ്ട് അടിച്ചെടുക്കുക. തക്കാളി മുളക് പുഴുങ്ങിയതൊക്കെ അല്ലേ, വേഗം തന്നെ അടിഞ്ഞ് കിട്ടും. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെങ്കിലും അത് 2-3 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മളെ രമ്പയിലല്ലേ ഇറച്ചിക്കൈത എന്നൊക്കെ പറയണ ഇല, അത് വീട്ടിലുള്ളവർ അതുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ സവാള വഴറ്റുമ്പോൾ തന്നെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താന്ന് പറയുന്നത് നമ്മളെ വയറ്റിലേക്ക് ചെല്ലണതും വളരെ നല്ലതാണത്രേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് സവാള വഴറ്റുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ അത് അതിലേക്ക് കൂടെ ചേർന്നിട്ട് നമ്മൾ അറിയാതെ അങ്ങനെ കഴിച്ചു പോകും. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കറിക്ക് കിട്ടും ചെയ്യും. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ സവാള ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച ടൊമാറ്റോ മിക്സ് ഇല്ലേ, തക്കാളിയും മുളകും ഉപ്പൊക്കെ കൂടിയിട്ട് അടിച്ച് വെച്ചത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആ തക്കാളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസാണ്. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ഇതാ ചിക്കൻ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ടാവും. ഇനി നമ്മൾ കഴുകി വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കപ്പിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഈ മസാലയിലൊക്കെ കിടന്നിട്ട് പിടിച്ചിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പാന് മൂടി വെച്ചിട്ട് ചിക്കൻ വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിലായിട്ട് ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവ് കുറവാണ് തോന്നി എനിക്ക്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഒന്നും കൂടെ നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാറ് ഇങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറുക്കൊക്കെ ഉണ്ട്. അതല്ല ഇനി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആണെന്നുള്ളവർക്ക് ഇതുപോലെ 1 ടീസ്പൂൺ നമ്മളെ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നല്ല കുറുക്കുള്ള കറി കിട്ടൂട്ടാ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ കഴുകി അരിഞ്ഞു വെച്ച മല്ലിയില 1 പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നാസിലമ്മ ചോറും ഒരു ചിക്കൻ കറിയും റെസിപ്പി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഇതുപോലത്തെ ഒരു കറി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇപ്പുറത്തെ സ്റ്റവിൽ ഈ കറി കിടന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1-2 പേര് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അന്ന് മുതൽ വിചാരിച്ചു തുടങ്ങിയതാണ്, പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.